മാസ്റ്റർ ഇതുവരെ വന്നില്ലേ? എന്റെ അമ്മ, ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചീനച്ചട്ടിയിലിട്ട് എന്നെ വറുത്തെടുക്കുമായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അയാൾക്ക് ഞാനിട്ട പേര് അഹങ്കാരി മാസ്റ്റർ. മാലിനി, മാസ്റ്റർ എങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒന്ന് അഭിനയിച്ച് കാണിച്ചേ. ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? 4 ഇഡ്ലി, 2 ദോശ, 1 പൊങ്കൽ. എത്ര കോഫി കുടിച്ചു? അതൊന്നേ കുടിച്ചുള്ളൂ. കഴുത എന്തിനാ കരയുന്നേ? വെറും മണ്ടീന്നേ വിളിച്ചുള്ളൂ, മരമണ്ടീന്ന് വിളിച്ചില്ല. ശരി, ഉണ്ടക്കണ്ണി മണ്ടി. ഇപ്പഴാ എനിക്ക് സമാധാനമായത്. സൈലൻസ്. തീറ്റിപ്പണ്ടാറങ്ങളെല്ലാം ഈ ഡാൻസ് സ്കൂളിലേക്ക് പറഞ്ഞുവിടും. ഈ പത്മിനിയമ്മയ്ക്ക് ഒരു ബുദ്ധിയില്ല. മാസ്റ്റർ എപ്പോഴും ചീത്ത വിളിക്കല്ലേ? ഇനി എന്നെ ക്ലാസ്സിൽ ചീത്ത വിളിച്ചാലുണ്ടല്ലോ, എല്ലാരും മുമ്പ് വെച്ച് നല്ലൊരു പാഠം പഠിപ്പിക്കും ഞാൻ. എങ്ങനാ? ആ കണ്ടതും വിളിച്ചു കൂവുന്ന വായുണ്ടല്ലോ, അടപ്പിക്കും ഞാൻ. അതെങ്ങനെയാ മാലിനി? ഒന്ന് പറഞ്ഞു തന്നെ, ഞാനും അതുപോലെ ചെയ്യാം. മാസ്റ്റർ എന്നെയും ഒരുപാട് വഴക്ക് പറയും. നിന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ടേ കഴിയൂ. ആ സംസാരിക്കുന്ന വായടയ്ക്കാൻ ഒറ്റ വഴിയുള്ളൂ. പെട്ടെന്ന് കേറിയങ്ങ് കെട്ടിപ്പിടിച്ച് ആ വായിൽ ഉമ്മ കൊടുക്കണം. കൊടുത്തോണ്ടേയിരിക്കണം. 5 മിനിറ്റോളം നിർത്താനേ പാടില്ല. ഇംഗ്ലീഷ് സിനിമയിലെ പോലെ. എന്ത് ചെയ്യുക അഹങ്കാരി മാസ്റ്റർ? നിർത്ത്. ഞാനോ? വെറുതെ ഒരു തമാശയ്ക്ക് മാസ്റ്റർ ഇമിറ്റേറ്റ് ചെയ്തതാ. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്റെ തമാശയ്ക്ക് പിന്നിൽ ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു. സ്വാർത്ഥതയോ? മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയല്ല നീ സേതുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ സേതുവിനെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെ നീ കാണിക്കുന്ന ഓരോ അവസരങ്ങളാണത്. നിനക്ക് ഡാൻസിനോട് ഒരു താല്പര്യവും ഇല്ല. ഇവിടെ വരുന്നത് അതിനു വേണ്ടിയല്ല. അങ്ങനെയൊന്നും അല്ല മാഡം. അതല്ല ഞാനിപ്പോ നിന്നോട് പറഞ്ഞത്. സേതുവിനെ കാണാൻ വേണ്ടിയും അവനോട് സംസാരിച്ച് ഇടപഴകാൻ വേണ്ടി മാത്രമാണ്. നിന്റെ സംസാരത്തിലൊരു ഏങ്ങൽ കാണുന്നു. ചിരിക്കുമ്പോൾ ആഗ്രഹവും കാണുന്നു. എന്റെ നോട്ടത്തിലോ? കള്ളത്തരം കാണുന്നു. വ്യക്തമായിട്ട് സംസാരിച്ചാലോ? വൈ നോട്ട്? നിങ്ങൾക്ക് ക്ഷമിക്കണം, കുറച്ച് വയസ്സായി. നിങ്ങളുടെ വയസ്സ് എല്ലാം സംശയത്തോടെ നോക്കാൻ പറയുന്നു. എന്റെ വയസ്സ് എല്ലാം ആസ്വദിക്കാൻ പറയുന്നു. മാലിനി, എന്നെ ഉപദേശിക്കാനുള്ള വയസ്സായിട്ടില്ല നിനക്ക്. എനിക്കും ഈ ഡാൻസ് സ്കൂളിന് നല്ലൊരു പേര് വാങ്ങിത്തരുമെന്നുള്ള വിശ്വാസം എനിക്ക് ഒട്ടുമില്ല. അങ്ങനെ നിനക്ക് ഡാൻസിനോട് എന്തെങ്കിലും തരത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഡാൻസ് ഒരു അത്യാവശ്യ ഘടകമാണെന്ന് വിചാരിച്ചാൽ അത് നീ വ്യക്തമാക്കണം. വ്യക്തം എന്ന് വെച്ചാ? പ്രൂവ് ഇറ്റ്, തെളിയിച്ച് കാണിക്കാൻ. എങ്ങനെയാ തെളിയിക്കുന്നത്? എനിക്കറിയില്ല.